മഹാത്മാഗാന്ധിയും മുസ്ലിം ലീഗ് നൽകിയ വീടുകളും നമ്മൾ ഹിന്ദുക്കൾ പലപ്പോഴും മറന്നുപോകുന്നത് മുസ്ലിം ലീഗ് ഏറ്റവും ബോധപൂർവമായി ചിന്തിച്ച് സമൂഹത്തിൽ നന്മ പ്രസരിപ്പിക്കണം, ബഹുസ്വരത ഉണ്ടാകണം, മതസൗഹാർദ്ദം ഉണ്ടാകണം എന്ന ബോധ്യത്തിൽ കൂടിയാണ് അവരുടെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് മഹാത്മാഗാന്ധി മുമ്പ് ചെയ്തിരുന്നത്. ഹിന്ദുക്കൾക്ക് വളരെ പ്രിയപ്പെട്ട രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം എന്ന വളരെ പ്രശസ്തമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭജനിലേക്ക് ഗാന്ധിജി ഒരു വരി മാറ്റിയിട്ട് എഴുതി ചേർത്തതാണ് ഈശ്വർ അല്ലാ തേരോ നാം സബുക്കോ സന്മതി ദേ ഭഗവാനും. ബോധപൂർവമായി മതസൗഹാർദ്ദത്തിനും സമൂഹത്തിന്റെ ഇഴയടുപ്പങ്ങൾ കൂട്ടാനും സമൂഹത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കാൻ ആൾക്കാർ നിൽക്കുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കാനും ഗാന്ധിജിയുടെ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സെ നമ്മുടെ ഈ കാവി പതാക മാത്രം മതി എന്ന് പറഞ്ഞപ്പം പറ്റില്ല, അല്ലെങ്കിൽ ഗോഡ്സെയും അന്നത്തെ ഹിന്ദുത്വവാദികളും ഗാന്ധിജി കാവി പതാക മാറ്റി ത്രിവർണ പതാക ആക്കിയതുകൊണ്ട് അവർക്ക് ഗാന്ധിജിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവസാനം ഗോഡ്സെ കൊന്നതിന്റെ കാരണങ്ങളിലൊന്ന് പറഞ്ഞതും ഈ ഒരു കളറ് മാത്രമുള്ള ഇന്ത്യൻ പതാകയെ ത്രിവർണ പതാകയാക്കി എന്നുള്ളതാണ്. അതൊരു ഗാന്ധിയൻ ഇടപെടലാണ്. നമ്മുടെ വന്ദേമാതരം പാടുമ്പോൾ ആരും ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടില്ല, പക്ഷെ ഗാന്ധിജി മനസ്സിലാക്കി അതിലെ ഈ വ്യത്യസ്ത ദൈവങ്ങളുടെ സ്തുതി അത് നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വിശ്വാസപരമായ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഗാന്ധിജി എന്ത് ചെയ്തു? നമുക്ക് ആദ്യത്തെ 2 പാരഗ്രാഫ് പാടിയാൽ മതി. യങ് ഇന്ത്യയിൽ ഗാന്ധിജി നിലപാടെടുത്തു. പിന്നീട് നെഹ്റുജി അടക്കം ആ നിലപാട് കൊണ്ടു. വന്ദേമാതരം എല്ലാവർക്കും, അന്നത്തെ ഹിന്ദു ജനവിഭാഗങ്ങളെ ഏറ്റവും പ്രചോദിപ്പിച്ചതാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തെ എല്ലാവരുടേതുമാക്കി മാറ്റാൻ മതസൗഹാർദ്ദത്തിന് വേണ്ടി പുതിയ സമവായം കണ്ടെത്തി ഗാന്ധിജി അങ്ങനെ മാറ്റി. ഇത് ബോധപൂർവമായി ഈ ഇന്റർവെൻഷൻ ഒരുപക്ഷെ ഇന്ന് നടത്തുന്ന ഏക സംഘടനയും പ്രസ്ഥാനവും മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ഇത് ചെയ്യാൻ കഴിയുന്നത്, മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി അല്ല, മതസൗഹാർദ്ദ പാർട്ടിയാണ്, ബഹുസ്വര പാർട്ടിയാണ്. ഒരർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നാൽ അദ്ദേഹത്തിനോട് രാഷ്ട്രീയപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടി ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആയിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുഞ്ഞാലിക്കുട്ടി സാർ ആകട്ടെ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാകട്ടെ, പാണക്കാട് മുനവർലി തങ്ങൾ ശിഹാബ് അവർകളാകട്ടെ, അല്ലെങ്കിൽ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗിന്റെ നേതാക്കളും എല്ലാം ഒരു കൈയിൽ മുസ്ലിം താല്പര്യവും മറുകൈയിൽ ഹിന്ദു താല്പര്യങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഈ ശ്രദ്ധ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് നമ്മുടെ താല്പര്യമാണ് എല്ലാവരുടെയും താല്പര്യം തെറ്റിദ്ധരിക്കുന്നുണ്ടാ. അതായത് ഹിന്ദുക്കളുടെ താല്പര്യം അത് എല്ലാ ഇന്ത്യക്കാരുടെയും താല്പര്യം ആയിക്കോണം, ഹിന്ദു എന്ന പേര് മാറ്റി നമ്മൾ ഭാരതീയം എന്നും കൂടെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ജെനുവിനായി എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ഇൻട്രസ്റ്റ് ഒപ്പിയെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വീടുകൾക്കടക്കം ബോധപൂർവം തന്നെ അവർ എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യാൻ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരും. ഇത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന, നെഹ്റൂവിയൻ സെക്യുലറിസ്റ്റുകാർ പറയുന്ന ജാതിയും മതവും രാഷ്ട്രീയവും വേണ്ട എന്നല്ല. പകരം എല്ലാ ജാതി, എല്ലാ മതം, എല്ലാ വിഭാഗങ്ങൾ അവരെ ഒരുമിച്ച് നിർത്തുന്ന രാഷ്ട്രീയം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷവും സ്നേഹവും അഭിമാനവും ഒക്കെ തോന്നി. അഭിമാനം തോന്നിയത് അതിലൊരു ഹിന്ദു സഹോദരൻ പറയാണ്, രാജ്കുമാർ എന്നോട് പേര്, എന്റെ കയ്യിൽ 1 രൂപ ഇല്ലാത്ത സമയത്താണ് മുസ്ലിം ലീഗുകാരനെ വിളിച്ചത്. അവർ 15,000 രൂപ കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, അത് കിട്ടി, ഇന്ന് വീട് കിട്ടി. ഈ മനുഷ്യന് ഒരു ജന്മത്തിൽ പിന്നീട് ഇസ്ലാമോഫോബിയ ഉണ്ടാകില്ല. അതിന്റെ കാരണം പരസ്പരം നന്മയിലൂടെ വാർക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കാലത്ത് ഗാന്ധിജിയോടൊന്നും മുസ്ലിം നേതാക്കൾ വന്ന് പറയുന്നുണ്ട്, മഹാത്മാവേ നിങ്ങളെ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ, പോലീസിൽ പോലും വിശ്വാസമില്ല. അന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ, അല്ലെങ്കിൽ അന്നത്തെ ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ അവർ നേരിട്ട അനീതികൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പ്രതികാരം ചോദിക്കാൻ ഇറങ്ങി. 100 കണക്കിന് മുസ്ലിം പള്ളികൾ പിടിച്ചെടുക്കുകയും അതിനുള്ളിൽ താമസിക്കുകയും അവിടുത്തെ മുസ്ലിങ്ങളെ മാറ്റുകയും ചെയ്തു. ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം, ഗാന്ധിജിയുടെ അവസാന നിരാഹാര സത്യാഗ്രഹങ്ങളുടെ പല ഡിമാൻഡ്സിൽ ഒന്ന് ഇതാണ്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പല പള്ളികളും കൈയേറിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്താലേ ഞാൻ നിരാഹാരം അവസാനിപ്പിക്കൂ, ഞാൻ മരണം വരെ നിരാഹാരം കിടക്കൂ. ഇത് കേൾക്കുന്ന ചില ഹിന്ദുത്വവാദികൾ ഇപ്പം പറയും ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തില്ലേ എന്ന്. മഹാത്മാഗാന്ധി അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഈ മഹാത്മാഗാന്ധി പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് വരെ, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും വരെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷണം ഒരുക്കണമെന്നും അതിനുവേണ്ടി ഗാന്ധിജി തന്റെ അവസാന കാലം പാകിസ്ഥാനിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയും പാകിസ്ഥാനിലെ സിഖുകാരുടെയും സംരക്ഷണം വരെ ഉറപ്പാക്കണമെന്ന് ചിന്തിച്ച വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഈ മുസ്ലിം ലീഗിലെ ഈ സഹോദരന്റെ വീഡിയോ കാണാം. ഇതാണ് ആ ഗാന്ധിയൻ രാഷ്ട്രീയം, ആ ഗാന്ധിയൻ മതസൗഹാർദ്ദം. ഇത് ഹിന്ദുക്കൾക്ക് മനസ്സിലാവണില്ല. നമ്മൾ നമ്മുടെ താല്പര്യങ്ങളെല്ലാം ഒന്നെങ്കിൽ മതേതരത്വത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കും, അല്ലെങ്കിൽ ദേശീയതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കും. നമുക്ക് നമ്മുടെ താല്പര്യം മാത്രമല്ല എല്ലാവരുടെയും താല്പര്യങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. ഒരു പൈസ പോലും കയ്യിലില്ലാത്ത സമയത്ത് ക്യാമ്പിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്താണ് ഒരു വിളി വരുന്നത്, പൈസന്റെ ഒരു വിളി വരുന്നത്. ആ ഒരു 15,000 രൂപ എനിക്ക് കിട്ടിയപ്പോ സത്യം പറഞ്ഞാൽ എനിക്കതൊരു ലക്ഷത്തിന്റെ മതിപ്പാണ് എനിക്ക് അന്ന് ആ സമയത്ത് തോന്നിയത്. പിന്നെ ഇപ്പൊ
ഈ ഒരു പേര് സെലക്ട് ചെയ്ത് എന്നെ വിളിച്ചെന്ന് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഉറങ്ങാൻ ഒരു പയർച്ചി കിടക്കുള്ള ഒരു തന്നല്ലോ, അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കരങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ കുടുംബത്തോട് ഞാൻ അതിനെ പറഞ്ഞത്. ഇതിൽപ്പരം വേറൊന്നും ഇനി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇല്ലാന്ന് പറയാം. ഇത് തരാൻ വേണ്ടി ആ മനസ്സ് കാണിച്ച, ഇതിനു വേണ്ടി ആഘോരത്തോളം പ്രയത്നിച്ച എന്റെ നാട്ടിലെ എന്റെ സഹപ്രവർത്തകരോടും എന്റെ പഞ്ചായത്തിലും എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും മറക്കാനാവാത്ത 1000 നന്ദികൾ പറഞ്ഞാലും മനസ്സിലാവില്ല. അതിനപ്പുറം ഞാൻ കടപ്പെട്ടില്ല. എന്റെ കുറെ ഫാമിലി, ഏട്ടൻ ഫാമിലി, അനിയൻ ഫാമിലി, അമ്മ, എല്ലാരും പോയി. അവരുടെ അത്രയും പേര് മരിച്ച കാര്യം അദ്ദേഹം പറയണേ. ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗ് ബോധപൂർവം ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ രക്തത്തിൽ, അവരുടെ മജ്ജയിൽ, മാംസത്തിൽ, ആത്മാവിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും, മുസ്ലിം ലീഗിന് എപ്പോഴെങ്കിലും സ്വന്തം താല്പര്യങ്ങളും പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങളും വന്നാൽ, തമ്മിൽ ഒരു ക്ലാഷ് വരികയാണെങ്കിൽ, അവർ ഒരു മടിയും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ച് പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും. അത് നമ്മൾ ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങളിൽ കണ്ടതാണ്. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പോലും മറന്നുകൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതി നിലപാടെടുക്കുന്ന ആ മനോഭാവം, യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ മനോഭാവം അതാണ്. ഈ മനോഭാവം നമ്മൾ ഹിന്ദുക്കൾക്ക് മനസ്സിലാകാത്തത്, നമുക്ക് നമ്മുടെ ഹിന്ദു താല്പര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ മന്ത്രിസഭ UDF-ന്റെയും കോൺഗ്രസിന്റെയും വരികയാണെങ്കിൽ പരമാവധി നായന്മാരെ ഉൾക്കൊള്ളിച്ചിട്ട് അതാണ് മതേതരത്വം എന്ന് പറയും. ഒരു നായർ കരയോഗം പോലെ ഇരിക്കും നമ്മുടെ മന്ത്രിസഭ. എന്നിട്ട് ആ നായർ കരയോഗം പോലെ ഇരുന്നിട്ട് പറയും, കണ്ടോ ഇതാണ് മതേതരത്വം. ഈ കള്ളത്തരമല്ല പറയേണ്ടത്. പകരം കോൺഗ്രസിന്റെ പണ്ടത്തെ പണി, ഇപ്പം BJP ശ്രമിക്കുന്നതും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടതും ഈ ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനാണ്. ഈ വിവരം ഇവർക്കില്ലെങ്കിൽ പിന്നീട് കാര്യമില്ല. മുസ്ലിം ലീഗ് മുസ്ലിം വോട്ടുകളും മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത ഷെയ്ഡുകളിലെ വോട്ടുകളും കൺസോൾഡേറ്റ് ചെയ്യും. വലിയൊരു പരിധിവരെ കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യും, ക്രിസംഗികളുടെ ഒഴിച്ച് ബാക്കിയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യും. കോൺഗ്രസിന്റെ പണി എന്താണ്? BJP-യുടെ പണി എന്താണ്? ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന നായർ, ഈഴവ, ധീവര, വെള്ളാള, പുലയ, പറയ, ക്ഷത്രിയ, OBC, ആദിവാസി, അമ്പലവാസി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാടായി കിടക്കുന്ന ഹിന്ദു സമൂഹത്തിന് ഒരു ബാലൻസിലൂടെ ഒരു കയ്യിൽ ഹിന്ദു ഐഡന്റിറ്റിയും മറുകൈയിൽ പൊതു ഐഡന്റിറ്റിയും, മുസ്ലിം ലീഗ് ചെയ്യുന്നത് പോലെ ഒരു ഹിന്ദു ലീഗാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ബാലൻസ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇസ്ലാമോഫോബിയം ഉണ്ടാകുന്നത്, കപട മതേതരത്വം ഉണ്ടാകുന്നത്, കപട ദേശീയത ഉണ്ടാകുന്നത്. അതായത് തീവ്ര ഹിന്ദുത്വ താല്പര്യങ്ങളെ ദേശീയതയുടെ മുഖം മൂടി വെച്ച് വിറ്റിട്ട് കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ കള്ളത്തരം മനസ്സിലാകും. അവിടെയാണ് സത്യസന്ധമായ ആ ഗാന്ധിയൻ രാഷ്ട്രീയം. ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഹിന്ദു ആക്ടിവിസ്റ്റായി നിന്നുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന, ക്രിസ്ത്യൻ പള്ളിയിലേക്കും മുസ്ലിം സമൂഹത്തിലേക്കും മതനിരപേക്ഷ സമൂഹത്തിലേക്കും സിഖുകാരിലേക്കും എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന രാഷ്ട്രീയം വരട്ടെ. മുസ്ലിം ലീഗ് നൽകിയ വീടുകൾ കണ്ടപ്പോൾ മഹാത്മാഗാന്ധിയാണ് ഓർമ്മ വന്നത്. ജയ് ഗാന്ധി, ജയ് ഹിന്ദ്.